ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. ഗുജറാത്തിലെ വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു. ന്യൂനപക്ഷ സമൂഹത്തിന്റെ സമഗ്ര വികസനത്തിനായി കേന്ദ്ര പദ്ധതികൾ ഫലപ്രദമായി നടപ്പാക്കണമെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. മലയാള മനസ്സിൽ പൂവിളിയുടെ ഓർമ്മകളുമായി ഇന്ന് അത്തം. ഇത്തവണ അത്തം 11-ന് തിരുവോണം. വിസ്മയ കാഴ്ചകളൊരുക്കി തൃപ്പൂണിത്തുറയിൽ അത്തച്ചമയ ഘോഷയാത്ര. സംസ്ഥാനത്ത് കൺസ്യൂമർ ഫെഡ് ഓണച്ചന്തകൾക്ക് ഇന്ന് തുടക്കമാകും. മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. കോമൺവെൽത്ത് ഭാരദ്വഹന മത്സരത്തിൽ ഇന്ത്യൻ താരം മീരാഭായ് ചാനുവിന് സ്വർണം. KCL-ൽ ഇന്ന് തിരുവനന്തപുരത്ത് 2 മത്സരങ്ങൾ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഗുജറാത്ത് സന്ദർശനം തുടരുന്നു. അഹമ്മദാബാദിലെ ഹൻസൽപൂരിൽ ഹൈബ്രിഡ് ബാറ്ററി ഇലക്ട്രോഡുകളുടെ പ്രാദേശിക ഉൽപാദനത്തിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിച്ചു. സുസുക്കിയുടെ വൈദ്യുത വാഹന കയറ്റുമതി അദ്ദേഹം ഫ്ളാഗ് ഓഫ് ചെയ്തു. യൂറോപ്പ്, ജപ്പാൻ അടക്കമുള്ള 100 രാജ്യങ്ങളിലെ പ്രധാന വിപണികളാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. ന്യൂനപക്ഷ സമൂഹത്തിന്റെ സമഗ്ര വികസനത്തിനായുള്ള കേന്ദ്ര പദ്ധതികൾ എല്ലാ ഏജൻസികളും ഫലപ്രദമായി നടപ്പാക്കണമെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ആഹ്വാനം ചെയ്തു. ദേശീയ ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷന്റെ കൊച്ചിയിൽ ഇന്ന് നടന്ന ദക്ഷിണ മേഖല അവലോകന യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. വികസിത ഭാരതം സംബന്ധിച്ച പ്രധാനമന്ത്രിയുടെ കാഴ്ചപ്പാടുകൾക്കനുസൃതമാണ് ഈ പദ്ധതികളെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. കേരളം, തമിഴ്നാട്, കർണാടക എന്നിവിടങ്ങളിൽ നിന്നുള്ള നിർവഹണ ഏജൻസികളാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ സൌജന്യ ഓണക്കിറ്റ് വിതരണത്തിന്റെ ഉദ്ഘാടനം മന്ത്രി GR അനിൽ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. AAY റേഷൻ കാർഡ് ഉടമകൾക്കും ക്ഷേമ സ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കുമാണ് കിറ്റ് നൽകുന്നത്. പഞ്ചസാര, വെളിച്ചെണ്ണ, ഉപ്പ് ഉൾപ്പെടെ 14 ഇനം അവശ്യ വസ്തുക്കൾ അടങ്ങിയതാണ് ഓണക്കിറ്റ്. പൊന്നോണത്തിന്റെ വരവറിയിച്ച് തൃപ്പൂണിത്തുറ അത്തച്ചമയ ആഘോഷങ്ങൾക്ക് തുടക്കമായി. വലിയ ജനാവലിയെ സാക്ഷിയാക്കി മന്ത്രി P. രാജീവ് അത്തപ്പതാക ഉയർത്തി. മലയാളികളുടെ ജനകീയ ആഘോഷമാണ് ഓണമെന്ന് ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്ത് മന്ത്രി MB രാജേഷ് പറഞ്ഞു. കേരളത്തിൽ മലയാളികളുടെ എല്ലാവരുടെയും ഏറ്റവും ജനകീയമായ ഒരു ആഘോഷമാണ്, തുല്യതയുടെ, സമത്വത്തിന്റെ ആഘോഷമാണ് ഓണം. ഓണത്തിന്റെ വിളംബരം ഇവിടെ ഈ തൃപ്പൂണിത്തുറയിൽ നിന്നാണ്. അത്താഘോഷത്തോടെ, അത്തച്ചമയ ഘോഷയാത്രയോടെ ഓണം വരവായി എന്ന് തൃപ്പൂണിത്തുറ കേരളത്തെ മുഴുവൻ അറിയിക്കുകയാണ്. ഓണം സമത്വത്തിന്റെ, സമഭാവനയുടെ ആശയത്തെയാണ് ഉയർത്തിപ്പിടിക്കുന്നത്. നടൻ ജയറാം ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. ജാതി മത വ്യത്യാസങ്ങളില്ലാത്ത ഓണാഘോഷം കേരളം ലോകത്തിനു മുന്നിൽ വയ്ക്കുന്ന മാതൃകയാണെന്ന് ശ്രീ ജയറാം പറഞ്ഞു. ഘോഷയാത്ര കണക്കിലെടുത്ത് തൃപ്പൂണിത്തുറയിൽ രാവിലെ 8 മണി മുതൽ വൈകിട്ട് 3 മണി വരെ ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശക്തന്റെ തട്ടകം ഓണാഘോഷത്തിരക്കിലേക്ക്. പുലിക്കളി മഹോത്സവത്തിന് കൊടി ഉയർന്നതോടെ തൃശൂർ ജില്ലയിലെ ഓണാഘോഷങ്ങൾ ആരംഭിച്ചു. തേക്കിൻകാട് മൈതാനിയിൽ കിഴക്കേ ഗോപുരനടയിൽ പൂപ്പന്തലുകൾ ഉയർന്നു. പൂവിപണി സജീവമായി. പുലികളി മഹോത്സവത്തിന്റെ കൊടിയേറ്റ് മേയർ MK വർഗീസ് നിർവഹിച്ചു. ഇക്കുറി 9 പുലികളി സംഘങ്ങളാണ് നഗരം വിറപ്പിക്കാൻ ഇറങ്ങുക. തൃശൂർ കോർപ്പറേഷൻ നടത്തിവരുന്ന പുലികളി മഹോത്സവം സെപ്റ്റംബർ 8-നാണ്. ഓണം പ്രമാണിച്ച് സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കുമുള്ള ബോണസ് 500 രൂപ വർദ്ധിപ്പിച്ചു. ഇത്തവണ 4500 രൂപ ബോണസ് ലഭിക്കും. ബോണസിന് അർഹതയില്ലാത്തവർക്കുള്ള പ്രത്യേക ഉത്സവ ബത്ത 2750 രൂപയിൽ നിന്നും 3000 രൂപയായി ഉയർത്തിയതായി ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. സർവീസ് പെൻഷൻകാരുടെ പ്രത്യേക ഉത്സവ ബത്ത 250 രൂപ വർദ്ധിപ്പിച്ച് 1250 രൂപയാക്കിയിട്ടുണ്ട്. ആലപ്പുഴ കഞ്ഞിക്കുഴിയിൽ തിരുവോണം വരെ നീളുന്ന കഞ്ഞിക്കുഴി പുഷ്പോത്സവം തുടങ്ങി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി ഉദ്ഘാടനം ചെയ്തു. വ്യത്യസ്ത നിറങ്ങളിലുള്ള പൂക്കളുടെ പ്രദർശനവും വിൽപ്പനയും ഒരുക്കിയിട്ടുണ്ട്. ഇതിനോടനുബന്ധിച്ച് ഭക്ഷ്യമേളയും പായസമേളയും കലാപരിപാടികളും ഉണ്ടാകും. സംസ്ഥാനത്ത് സമഗ്ര പച്ചക്കറി ഉൽപാദന യജ്ഞം പദ്ധതിയുടെ ഭാഗമായി കൃഷി വകുപ്പ് നടപ്പിലാക്കുന്ന ഓണത്തിന് ഒരു മുറം പച്ചക്കറി പദ്ധതിയുടെ വിളവെടുപ്പ് നാളെ നടക്കും. സെക്രട്ടേറിയറ്റ് വളപ്പിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. കൃഷിമന്ത്രി P. പ്രസാദ് അധ്യക്ഷനാകുന്ന ചടങ്ങിൽ മറ്റ് മന്ത്രിമാരും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. ഓണക്കാലത്ത് വീട്ടുവളപ്പിൽ തന്നെ വിഷരഹിത പച്ചക്കറി ഉൽപാദനം പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് ഓണത്തിന് ഒരു മുറം പച്ചക്കറി പദ്ധതി നടപ്പിലാക്കി വരുന്നത്.
സംസ്ഥാനത്തെ കൺസ്യൂമർ ഫെഡ് ഓണച്ചന്തകൾക്ക് ഇന്ന് തുടക്കമാകും. മുഖ്യമന്ത്രി പിണറായി വിജയൻ വൈകിട്ട് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം നിർവഹിക്കും. സെപ്റ്റംബർ 4 വരെ ജില്ലാതലത്തിൽ കൺസ്യൂമർ ഫെഡ് 170 കേന്ദ്രങ്ങളിലാണ് ഓണച്ചന്തകൾ സംഘടിപ്പിക്കുന്നത്. 13 നിത്യോപയോഗ സാധനങ്ങൾ വിലക്കിഴിവിൽ ഓണച്ചന്തകളിൽ ലഭ്യമാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. NCC കേരള ലക്ഷദ്വീപ് ഡയറക്ടറേറ്റിന്റെ നാവിക വിഭാഗം സംഘടിപ്പിക്കുന്ന തുഴച്ചിൽ യാത്ര പുന്നമടക്കായലിലെത്തി. യാത്രയ്ക്കിടെ വിവിധ കേന്ദ്രങ്ങളിൽ ഇറങ്ങുന്ന കേഡറ്റുകൾ ദേശീയ പ്രാധാന്യമുള്ള വിഷയങ്ങളിൽ ബോധവൽക്കരണവുമായുള്ള കലാപരിപാടികളും നടത്തുന്നുണ്ട്. ശാസ്താംകോട്ട, പുന്നമട, വേമ്പനാട് കായലുകളിലൂടെയാണ് NCC കേഡറ്റുകളുടെ യാത്ര. അടൽ പെൻഷൻ യോജനയിൽ അംഗങ്ങളുടെ എണ്ണം 8.11 കോടി കടന്നു. ഈ മാസം 21 വരെയുള്ള കണക്കാണിത്. 2024-25 സാമ്പത്തിക വർഷത്തിൽ 1.17 കോടിയിലധികം പേരാണ് ഈ പദ്ധതിയിൽ പുതുതായി അംഗങ്ങളായത്. ആകെ അംഗങ്ങളിൽ 55% പേർ സ്ത്രീകളാണ്. ഗ്രാമീണ നഗര തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾക്ക് സംസ്ഥാന സർക്കാരിന്റെ ഓണസമ്മാനം 200 രൂപ വർദ്ധിപ്പിച്ചു. ഇത്തവണ 1200 രൂപ വീതം ഓണസമ്മാനം ലഭിക്കുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. 5,25,991 തൊഴിലാളികൾക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുന്നത്. പുതിയ ഏകീകൃത പെൻഷൻ പദ്ധതി തിരഞ്ഞെടുക്കുന്ന കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് വിരമിക്കലിന് 1 വർഷം മുൻപ് വരെ ദേശീയ പെൻഷൻ പദ്ധതിയിലേക്ക് മടങ്ങാൻ അവസരം. ഇത് സംബന്ധിച്ച ഉത്തരവ് കേന്ദ്ര സർക്കാർ പുറത്തിറക്കി. വിശദാംശങ്ങളിലേക്ക്. ഒറ്റത്തവണ മാത്രമാണ് ദേശീയ പെൻഷൻ പദ്ധതിയിലേക്ക് മടങ്ങാൻ അവസരം ലഭിക്കുക. ഒരിക്കൽ മാറിയാൽ പിന്നീട് തിരിച്ചു വരാൻ കഴിയില്ല. സ്വയം വിരമിക്കൽ തിരഞ്ഞെടുക്കുന്നവർ 3 മാസം മുൻപ് ഓപ്ഷൻ നൽകണം. ജോലിയിൽ നിന്ന് പിരിച്ചുവിടപ്പെടുന്നവർക്കും നിർബന്ധിത വിരമിക്കലിന് വിധേയരാക്കുന്നവർക്കും ഓപ്ഷൻ മാറ്റാനാവില്ല. UPSലുള്ള വ്യക്തി NPSലേക്ക് മാറിയാൽ പ്രതിമാസം നിശ്ചിത തുകയെന്ന പരിരക്ഷ നഷ്ടമാകും. NPS ചട്ടമനുസരിച്ചായിരിക്കും തുടർന്നുള്ള പെൻഷൻ. UPSന് മാത്രമായ കേന്ദ്രത്തിന്റെ അധിക വിഹിതമായ 4% എക്സിറ്റ് ഘട്ടത്തിൽ വ്യക്തിയുടെ NPS സമ്പാദ്യത്തിലേക്ക് മാറ്റും. പുതിയ ഭേദഗതിയോടെ വിരമിക്കൽ സമയത്തെ സാഹചര്യം പരിഗണിച്ച് ജീവനക്കാർക്ക് ഉചിതമായ തീരുമാനമെടുക്കാനാകും. UPSലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി സെപ്റ്റംബർ 30. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കോഴിക്കോട് ജില്ലയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിലുള്ള 3 മാസം പ്രായമുള്ള കുട്ടിയുടെ ആരോഗ്യനിലയിൽ മാറ്റമില്ല. കുട്ടി തീവ്രപരിചരണ വിഭാഗത്തിൽ തുടരുകയാണ്. അതേസമയം ചികിത്സയിലുള്ള 7 വയസ്സുകാരന്റെയും 11കാരിയുടെയും ആരോഗ്യനില തൃപ്തികരമാണ്. നിലവിൽ മലപ്പുറം സ്വദേശികളായ 3 പേരും കോഴിക്കോട് സ്വദേശികളായ 3 പേരും വയനാട് സ്വദേശികളായ 2 പേരുമാണ് ചികിത്സയിലുള്ളത്. 21,000 രൂപ നിക്ഷേപിക്കുന്നതുവഴി 12 ലക്ഷം റിട്ടേൺ ലഭിക്കുമെന്ന വാഗ്ദാനവുമായി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന്റേതെന്ന പേരിലുള്ള വീഡിയോ വ്യാജമാണെന്ന് PIB ഫാക്ട് ചെക്ക്. ഇത്തരത്തിൽ ഒരു പദ്ധതി നടപ്പാക്കിയിട്ടില്ലെന്നും PIB അറിയിച്ചു. തെറ്റായ വിവരങ്ങളിൽ നിന്ന് ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. സർദാർ വല്ലഭഭായ് പട്ടേലിന്റെയും ഗോത്ര നേതാവ് ബിർസ മുണ്ടയുടെയും 150ാം ജന്മവാർഷികവും മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ ജന്മശതാബ്ദിയും ആഘോഷിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ 3 ഉന്നതതല സമിതികൾ രൂപീകരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരിക്കും 3 സമിതികളുടെയും അധ്യക്ഷൻ. അഹമ്മദാബാദിൽ നടക്കുന്ന കോമൺവെൽത്ത് ഭാരോദ്വഹന മത്സരത്തിൽ ഇന്ത്യൻ താരം മീരാഭായ് ചാനു സ്വർണ്ണ മെഡൽ നേടി. ടോക്കിയോ ഒളിമ്പിക്സ് വെള്ളി മെഡൽ ജേതാവായ ചാനു സ്നാച്ച്, ക്ലീൻ ആൻഡ് ജർക്ക്, ടോട്ടൽ എന്നിവയിൽ ആകെ 193 കിലോഗ്രാം ഉയർത്തിയാണ് പുതിയ കോമൺവെൽത്ത് റെക്കോർഡ് സ്ഥാപിച്ചത്. ഈ വിജയത്തോടെ 2026 ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിലേക്കുള്ള യോഗ്യതയും മീരാഭായ് ചാനു ഉറപ്പാക്കി. കേരള ക്രിക്കറ്റ് ലീഗിൽ ഇന്ന് 2 മത്സരങ്ങൾ. ഉച്ചയ്ക്ക് 2:30 നടക്കുന്ന ആദ്യ മത്സരത്തിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സും തൃശൂർ ടൈറ്റൻസും ഏറ്റുമുട്ടും. രണ്ടാം മത്സരത്തിൽ വൈകുന്നേരം 6:45 ആലപ്പി റിപ്പിൾസ് കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിനെ നേരിടും. ഖേലോ ഇന്ത്യ ജല കായികമേളയ്ക്ക് സമാപനം. ആദ്യ 3 സ്ഥാനങ്ങൾ മധ്യപ്രദേശും ഒഡീഷയും കേരളവും നേടി. സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ മേൽനോട്ടത്തിൽ ദാൽ തടാകത്തിലായിരുന്നു മത്സരങ്ങൾ. പ്രധാന വാർത്തകൾ വീണ്ടും. ഗുജറാത്തിലെ വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു. ന്യൂനപക്ഷ സമൂഹത്തിന്റെ സമഗ്ര വികസനത്തിനായി കേന്ദ്ര പദ്ധതികൾ ഫലപ്രദമായി നടപ്പാക്കണമെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. മലയാള മനസ്സിൽ പൂവിളിയുടെ ഓർമ്മകളുമായി ഇന്ന് അത്തം. ഇത്തവണ അത്തം 11-ന് തിരുവോണം. വിസ്മയ കാഴ്ചകളൊരുക്കി തൃപ്പൂണിത്തുറയിൽ അത്തച്ചമയ ഘോഷയാത്ര. സംസ്ഥാനത്ത് കൺസ്യൂമർ ഫെഡ് ഓണച്ചന്തകൾക്ക് ഇന്ന് തുടക്കമാകും. മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. കോമൺവെൽത്ത് ഭാരോദ്വഹന മത്സരത്തിൽ ഇന്ത്യൻ താരം മീരാഭായ് ചാനുവിന് സ്വർണം. KCL-ൽ ഇന്ന് തിരുവനന്തപുരത്ത് 2 മത്സരങ്ങൾ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.